ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ടിക്ക ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. നമ്മൾ ചാർക്കോളൊക്കെ വെച്ചിട്ട് പുകച്ച് ഉണ്ടാക്കുന്നതാകുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇതിൻ്റെ ബിരിയാണിക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ചിക്കൻ ടിക്ക ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ ടിക്കയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മളിത് ബിരിയാണി ആക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചിക്കൻ ടിക്ക ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കിയെടുക്കാനുള്ള ചിക്കനൊന്ന് മസാല പുരട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചിക്കൻ ടിക്ക ആക്കിയിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഈ ഉലുവയുടെ ഇലയാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ച കൂടി ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചിക്കൻ ടിക്ക ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എണ്ണ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായതിനു ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളമൊക്കെ അതിൽ തന്നെ വറ്റിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ചിക്കൻ ഇപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഈ വെള്ളം മുഴുവനായിട്ടും ഇതിൽ വറ്റിച്ചെടുക്കണം. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ഏലക്ക, പിന്നെ 2-3 കറാമ്പൂവ്, പിന്നെ 2 കഷ്ണം പട്ടയും, പിന്നെ 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം വെന്ത് വന്നാൽ നമുക്കിതിലെ വെള്ളം വറ്റിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോറ് നമ്മൾ വറ്റിച്ചെടുക്കല്ല, വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് വെന്തതിന് ശേഷം. അതുകൊണ്ട് വെള്ളത്തിന് അളവൊന്നുമില്ല, കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തളിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 നാരങ്ങയുടെ തൊലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ തൊലി ഇട്ട് കൊടുത്താൽ മതി. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തീ ഓഫാക്കി വെക്കാം. അതിനുശേഷം മറ്റൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഏലക്കായും 2 കറുവാപ്പട്ടയും 2-3 കറാമ്പൂ കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് സാജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സവാളയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണ് കേട്ടോ 3 എണ്ണം. ഇനി ചെറുതാണെങ്കിൽ ഒരു 4-5 എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റി വെക്കാം. സവാള നന്നായി ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്കൊരു 2 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ്. ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചമുളക് കീറാതെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മസാല ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് അതുപോലെ തന്നെ അതിലുള്ള മസാലയും ഓയിലും എല്ലാം കൂടിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂണ് കസൂരി മേത്തി എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ചാർക്കോൾ വെച്ചിട്ടൊന്ന് പുകച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചാർക്കോൾ ഇല്ലെങ്കിൽ നമ്മൾ ചിരട്ട ചുട്ടതിന് ശേഷം അല്ലെങ്കിൽ കനലോ എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇറക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉടനെ തന്നെ ഇത് മൂടി വെക്കണം. ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. നല്ല പുകയുടെ മണമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ദമ്മിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ സവാള ഫ്രൈ ആക്കിയതും കുറച്ച് മല്ലിയിലയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. റൈസിന് മുകളിൽ കുറച്ച് റെഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. കുറച്ച് യെല്ലോ കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ദമ്മിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ചാർക്കോളിട്ട് പുകച്ചതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ബിരിയാണി കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ആ സ്മെല്ല് കിട്ടും. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ സാധാരണ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് അല്ല നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുക. നമ്മൾ ചിക്കൻ ടിക്ക മസാലയൊക്കെ കഴിക്കാറില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ചിക്കൻ ടിക്കൻ്റെ ഒരു ടേസ്റ്റും കൂടിയാണ് ഇതിന് കിട്ടുക. എന്നാൽ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.